ഹായ് ഗൈസ്, മൂകനായി ഡ്രോപ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ആസ്ടെക് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആസ്ടെക് എന്ന് പറഞ്ഞ പ്രൊജക്റ്റിന്റെ ടെസ്റ്റ്നെറ്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, അതിന്റെ ഇയർലി ഇന്ററാക്ഷൻസ് എന്തൊക്കെയാണ്, അതിൽ അപ്രന്റീസ് എന്ന് പറഞ്ഞ റോൾ ഉണ്ട്. ആ റോൾ എങ്ങനെയാണ് ഡിസ്കോളിൽ നമുക്ക് കിട്ടാം, പിന്നെ അതിലെ സീക്വൻസറിനോട് റൺ ചെയ്യുക എങ്ങനെയാണ്, അതിനുള്ള റിക്വയർമെന്റ്സ് എന്താണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എല്ലാ ഗൈഡും ഈ വീഡിയോയിൽ പറയും. അപ്പോൾ ആസ്ടെക് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് 120 മില്യൺ റൈസ് ചെയ്തിട്ടുള്ള വലിയൊരു പ്രൊജക്റ്റാണ്. നിലവിൽ ഒരു റിവാർഡ് കൺഫേം ചെയ്തിട്ടില്ല. നമ്മൾ ഈ പാർട്ടിസിപ്പേഷനൊന്നും റിവാർഡ് കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾക്കറിയാം, ഇങ്ങനെ കൺഫേം ചെയ്ത കുറേ പ്രൊജക്റ്റുകൾ പിന്നീട് കുറേ എയർ ഡ്രോപ്പ് കൊടുത്തിട്ടുള്ള ചരിത്രമുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒന്നും വിട്ട് കളയാണ്ടിരിക്കാൻ മാക്സിമം ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകും. അപ്പോൾ ഈ വെബ്സൈറ്റിൽ നമ്മൾ ആദ്യം ഇവിടെ ആസ്ടെക് ടെസ്റ്റ് എന്നുള്ള ആ ഒരു പോർഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യണമെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഇവിടെ പോയിട്ട് നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് അമർത്താം, അല്ലെങ്കിൽ താഴെ പോയിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് അമർത്താം. അപ്പോൾ കുറച്ച് നേരം ലോഡ് ആയിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ കാണാം ചിലർക്ക് ഡ്രോപ്പ്ഡ് ആയി. അതായത് ഇതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ടെസ്റ്റ് ഈസ് കൺജസ്റ്റഡ്. അതായത് കുറേ ആൾക്കാർ നിലവിൽ യൂസ് ചെയ്യുന്നുണ്ട്, ട്രാൻസാക്ഷൻ സ്ലോ ആണ്. അപ്പോൾ ചിലപ്പോൾ ട്രാൻസാക്ഷൻസ് ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റഡ് ആയതിനു ശേഷമുള്ള ഇൻട്രാക്ഷൻ ആണ്. ഇതിൽ നമ്മൾ ഈസി പ്രൈവറ്റ് വോട്ടിങ് ക്ലിക്ക് ചെയ്യാൻ. നമ്മൾ ഇതിൽ അഡ്മിൻ്റെ അവിടെ അക്കൗണ്ട് ചൂസ് ചെയ്യാം. ഇതിപ്പോൾ സ്റ്റാർട്ടിങ് അക്കൗണ്ട് ഭയങ്കര സ്ലോ ആയതുകൊണ്ട് ഞാൻ കുറച്ച് വട്ടം ക്രിയേറ്റ് അക്കൗണ്ട് അമർത്തിക്കൊണ്ടാണ് ഇത്രയധികം അക്കൗണ്ട് ക്രിയേറ്റ് ആയി ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് അക്കൗണ്ട് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. അടിയിൽ പോയിട്ട് ക്രിയേറ്റ് ആൻഡ് ഡിപ്ലോയ് അമർത്താം. അപ്പോൾ ഇവിടെ ട്രാൻസാക്ഷൻ ലോഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കണം ഈ ട്രാൻസാക്ഷൻ സക്സസ് ആവുമോ ഫെയിൽ ആവുമെന്ന്. കാരണം ഇതിൽ എഴുതിയതുപോലെ തന്നെ കൺസിസ്റ്റർ ആയതുകൊണ്ട് കണ്ടില്ലേ, ഇതിപ്പോൾ ഫെയിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് സക്സസ് ആയിക്കോളും. അപ്പോൾ അതാണ് അതിൻ്റെ സ്റ്റെപ്പ്. അപ്പോൾ നെക്സ്റ്റ് അടുത്തത് നമ്മൾ സിമ്പിൾ ടോക്കൺ, അതായത് ഒരു ടോക്കൺ പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിൽ നമുക്ക് നെയിം സ്ട്രിങ് നമുക്ക് ഇഷ്ടമുള്ള അടിച്ചെടുക്കാം, സിമ്പിൾ നമുക്ക് ഇഷ്ടമുള്ള അടിച്ചെടുക്കാം. ഡെസിമൽ 18 കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ പോയിട്ട് ക്രിയേറ്റ് ആൻഡ് ഡിപ്ലോയ് പ്രസ് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു കോയിൻ ക്രിയേറ്റ് ആവും. നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം അടിച്ചെടുക്കാം, എന്ത് വേണമെങ്കിൽ നെയിം അടിച്ചെടുക്കാം. സിമ്പിൾ നിങ്ങൾക്ക് എന്തുവേണ്ടി അടിക്കാം, എന്നിട്ട് ഡിപ്ലോയ് ചെയ്യാം. അപ്പോൾ ഇതും എറർ തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇൻട്രാക്ഷൻ. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഈ അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് എങ്ങനെയാണ് അപ്രന്റീസ് റോൾ കിട്ടുക, പിന്നെ എങ്ങനെയാണ് സീക്വൻസർ റോൾ റൺ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്റ്റെപ്സ് ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. മെറ്റമാസ്ക് ഓപ്പൺ ചെയ്യുക. ഞാൻ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആഡ് അക്കൗണ്ട് കൊടുക്കുക, ഇതേറിയം അക്കൗണ്ട് കൊടുക്കുക, എന്തെങ്കിലും പേര് കൊടുത്ത് ആഡ് അക്കൗണ്ട് അടിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആവും. അപ്പോൾ ഞാൻ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് സെംബോളി ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അപ്രന്റീസ് റോൾ മാത്രമാണ് ആവശ്യമുള്ളൂ എന്ന് വെച്ചാൽ ചെറിയൊരു എമൗണ്ട് സെംബോളി മാത്രമേ ആവശ്യമുള്ളൂ. അല്ല നിങ്ങൾക്ക് സീക്രട്ട് റോൾ റൺ ചെയ്യണം എങ്കിൽ ഒരു 2.5 ഇതേറിയെങ്കിലും മിനിമം വേണം. അത് സെംബോളി ഇതേറി മിനിമം വേണം. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വഴിയുണ്ട്. ഒന്നല്ലെങ്കിൽ ചാനലിൽ പോയിട്ട് താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ബിഗിനേഴ്സ് ഗൈഡ് ഉണ്ട്. ഇത് കുറേ ബിഗിനേഴ്സ് ഗൈഡ് ഉണ്ടായിരിക്കും. അതിൽ ഫോസെറ്റ് ലിങ്ക്സ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കുറേ ഫോസെറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം കളക്ട് ചെയ്യാൻ നോക്കുക നിങ്ങളുടെ പുതിയ അക്കൗണ്ട് വെച്ചിട്ട്. നെക്സ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇപ്പോൾ അതിൽ നിന്ന് മര്യാദയ്ക്കൊന്നും കിട്ടിയില്ലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് gas.zip എന്ന് പറഞ്ഞ സൈറ്റിൽ പോവാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഗ്യാസ് ടോക്കൺസ് ബൈ ചെയ്യാൻ പറ്റും വെബ്സൈറ്റിൽ നിന്ന്. ഈ കാണുന്ന ഇതുമല്ലാണ്ട് ഇത്രയധികം ടോക്കൺസ് ബൈ ചെയ്യാൻ പറ്റും. അതിന് റിയൽ ആയിട്ടുള്ള മണി ആവശ്യമുണ്ട്. നമ്മൾ ഏത് അക്കൗണ്ടാണ് ആ അക്കൗണ്ട് ചൂസ് ചെയ്യുക, ഏത് അക്കൗണ്ടിലാണ് ഫണ്ട് ഉള്ളതെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. ഇത്ര എമൗണ്ടിൽ മേടിക്കണം എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക $1. നിങ്ങൾക്ക് കാണിക്കും $1 എത്ര ഇതുവരെയും കിട്ടും. നമ്മൾ സെലക്ട് ചെയ്തതനുസരിച്ചിട്ട് എത്ര കിട്ടുന്നതനുസരിച്ചിട്ട് സെൻഡ് അമർത്തുക. അപ്പോൾ ട്രാൻസാക്ഷൻ സക്സസ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ വോളറ്റിലേക്ക് സെംബോളി ഇതേറിയും വരും. ഈ സെംബോളി ഇതേറിയും ഞാൻ ഇതിനാണ് മേടിച്ചത്, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വേഗം ചെയ്യുന്നതുകൊണ്ട് തന്നെ മേടിച്ചു. 2 സെംബോളി ഇതേറിയും മേടിച്ചു. അപ്പോൾ അതാണ് സ്റ്റെപ്സ്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് അതാണ്. അതിനുശേഷം നമ്മൾ നോഡ് റൺ ചെയ്യണം. അപ്പോൾ ഈ നോഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 8 കോർ പ്രൊസസ്സർ ആവശ്യമുണ്ട്, 16 GB റാം, 1 TB SSD. ഈ 1 TB SSD എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഒന്നും ആവശ്യം വരില്ല. സ്റ്റാർട്ടിങ് ഇത് ആവണമെങ്കിൽ കുറച്ച് മാസം നമ്മൾ റൺ ചെയ്താൽ മാത്രമേ ഇത് ഫുൾ ആവുള്ളൂ. സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് 1 TB SSD ആവശ്യം വരില്ല. നമുക്ക് സ്റ്റാർട്ടിങ് ചെറിയൊരു സ്റ്റോറേജ് വെച്ചിട്ട് റൺ ചെയ്ത് തുടങ്ങാം, പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് VPS മേടിക്കുക എന്നുള്ളതും VPSന്റെ ബാക്കി സ്റ്റെപ്സും നമ്മുടെ ചാനലിൽ VPS സെർച്ച് ചെയ്ത്
ഇതില് VPSന്റെ ഗൈഡ് ഉണ്ട്. അതായത് എങ്ങനെയാണ് VPS മേടിക്കുക, എങ്ങനെയാണ് അത് റൺ ചെയ്യുക, ബാക്കി എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ചാനലിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ടെലഗ്രാം ചാനൽ ഉണ്ടായിരിക്കും. അത് കാണും. അത് കണ്ടാൽ നിങ്ങൾക്ക് ഫുൾ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും എങ്ങനെയാണ് ഇത് മേടിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് റൺ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ കമാൻഡ് കോപ്പി ചെയ്യുക, VPS ഓൺ ആക്കുക. അപ്പോൾ VPSനെ കുറിച്ച് അറിയാത്തവർ നമ്മുടെ ചാനലിൻ്റെ VPSനെ കുറിച്ചുള്ള ഫുൾ കംപ്ലീറ്റ് ഗൈഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് നോക്കാം. ആദ്യത്തെ കമാൻഡ് കോപ്പി പേസ്റ്റ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ആയതുകൊണ്ടാണ് അവർ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാത്തത്. നമുക്ക് ഇനി അടുത്ത കമാൻഡ് കോപ്പി പേസ്റ്റ് ചെയ്യാം. ചില വെയിറ്റ് ചെയ്യണം ഈ കമാൻഡ് ഫുള്ളായിട്ട് റൺ ചെയ്യാൻ. അതിന് ശേഷം വരാം. അപ്പോൾ അതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തും. അപ്പോൾ അതിൽ നമുക്ക് സെംബോളിയരെ ഇതേറിയം RPC ആണ് നമുക്ക് അടിച്ചു കൊടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ആൽക്കമി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ടെലഗ്രാം ചാനലിൽ കൊടുക്കാം. അപ്പോൾ അതിൽ പോയിട്ട് നമ്മളൊരു അക്കൗണ്ട് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. സൈനപ്പ് ചെയ്ത് ജിമെയിൽ വെച്ച് സൈനപ്പ് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൈ ആപ്സിൻ്റെ അവിടെ ഷീം ഷാജി, ഇപ്പോൾ എൻ്റെ പേര് അതാണ്. അപ്പോൾ ഫസ്റ്റ് ആപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ന്യൂ ആപ്പ് അടിച്ചാൽ പുതിയ പേരിലൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൽ നെറ്റ്വർക്ക്സിലേക്ക് വരാം. അതിൽ ഇതേറിയം കാണാം. ഇതേറിയം സെംബോളി കൊടുക്കുക. ഈ RPC അത് നമ്മൾ കോപ്പി ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരിക്കും. നമുക്ക് നെറ്റ്വർക്കിൻ്റെ അവിടെ സെംബോളി കൊടുത്തിട്ട് ഇവിടെ നിന്നും കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. ആ കോപ്പി എടുത്ത ഇത് നമ്മുടെ VPSൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+Shift+C അമർത്തുക. അപ്പോൾ അടുത്തതായി നമുക്ക് വേണ്ടത് സെംബോളി ഇതേറിയത്തിൻ്റെ ബേക്കൺ URL ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയിൻ സ്റ്റാക്ക് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ടെലഗ്രാം ചാനലിൽ കൊടുക്കാം. അതിൽ ഇമെയിൽ ID വെച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അക്കൗണ്ടിൽ അവർ ആദ്യം തന്നെ അക്കൗണ്ട് പേരൊക്കെ ഒരു പ്രൊജക്റ്റിൻ്റെ പേര് ചോദിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതിനുശേഷം ഇങ്ങനെ ഓണായി വരുമ്പോൾ നമ്മുടെ അക്കൗണ്ട് പ്രൊജക്റ്റിൻ്റെ പേര് കാണാൻ പറ്റും. അതിൽ നമ്മൾ പോയിട്ട് എക്സ്പ്ലോർ ഓൾ നോഡ് ഓപ്ഷൻസ് കൊടുക്കുക. ഇവിടെ ഇതേറിയം കൊടുക്കുക. താഴെ സെംബോളി ടെസ്റ്റ്നെറ്റ് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്താൽ നമുക്ക് ഇവിടെ ഗ്ലോബൽ നോഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സെലക്ട് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഞാൻ ഓൾറെഡി ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്ഗ്രേഡ് എന്നുള്ള ഓപ്ഷൻ ഒന്നാണ്. സെലക്ട് കൊടുത്തിട്ട് നമ്മൾ ഡിപ്ലോയ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു ഇതിലേക്ക് വരും. അപ്പോൾ അതിൽ നമ്മൾ ഇതേറിയം സെംബോളി ടെസ്റ്റ്നെറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഈ നോഡിൻ്റെ പേര് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന അഡ്രസ്സാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള RPC അഡ്രസ്സ്. അത് കോപ്പി ചെയ്യുക. നേരെ പോയി VPSൽ കൊണ്ടുപോയിട്ട് Ctrl+Shift+V അമർത്തിയിട്ട് പേസ്റ്റ് ചെയ്യുക, എൻ്റർ അടിക്കുക. അതിനുശേഷം നമുക്ക് പ്രൈവറ്റ് കീ ആവശ്യമുണ്ട്. അപ്പോൾ പ്രൈവറ്റ് കീയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ 0x എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം മുന്നേ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വേണം നമ്മുടെ പ്രൈവറ്റ് കീ കോപ്പി പേസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിൻ്റെ പ്രൈവറ്റ് കീ എടുക്കണം. അപ്പോൾ അതിൽ അക്കൗണ്ട് ഇവിടെ അമർത്തിയിട്ട് 3 ഡോട്ട് അമർത്തിയിട്ട് അക്കൗണ്ട് ഡീറ്റെയിൽസിലേക്ക് വരാം. അതിനുശേഷം ഷോ പ്രൈവറ്റ് കീ കൊടുത്തിട്ട് നമ്മൾ പാസ്വേഡ് അടിച്ചിട്ട് അക്കൗണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ പ്രൈവറ്റ് കീ ഒരു സെക്കൻഡ് 0x ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്രൈവറ്റ് കീ കോപ്പി പേസ്റ്റ് ചെയ്യുക, എൻ്റർ അടിക്കുക. പിന്നെ നമ്മൾ ഈ കൊടുത്ത വോളറ്റ്, അതായത് നമ്മൾ ഈ പ്രൈവറ്റ് കീ കൊടുത്ത വോളറ്റിൻ്റെ അഡ്രസ്സാണ് നമുക്ക് ഇനി അടുത്തത് ആവശ്യം. അപ്പോൾ സെയിം വോളറ്റിൻ്റെ ഈ അഡ്രസ്സ് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടിട്ട് പേസ്റ്റ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മളെ നോഡ് റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെയുള്ള ഈ കമാൻഡ് പോയിട്ട് കോപ്പി ചെയ്യുക, ഇതിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോഡ് റൺ ചെയ്യുന്നതായി കാണാം. അപ്പോൾ ഇതിന് ശേഷം നമ്മളൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നമ്മൾ അടിച്ചു കൊടുക്കാൻ പാടുള്ളൂ മുന്നത്തെ സ്റ്റെപ്പിൽ. അതായത് ഇതല്ലെങ്കിൽ ഓർ ഇത്.
അത് അതിന് ശേഷമാണ് നമ്മുടെ എന്താണ് RPC ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അടിച്ചു കൊടുത്തത്. അതിന് ശേഷം നമ്മൾ ഈ നമ്മുടെ ലോഗ് അതായത് നോഡ് റൺ ചെയ്യാൻ അറിയാൻ വേണ്ടിയുള്ള കമാൻഡ് ആണ് ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുത്തപ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അതിൻ്റെ അടിയിലത്തെ കമാൻഡ് നമ്മൾ യൂസ് ചെയ്യേണ്ടതില്ല. പിന്നെ നമുക്കുള്ളത് ഇതാണ്, അതായത് ബ്ലോക്ക് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നോഡ് കുറച്ച് നേരം റൺ ചെയ്യണം. ഒരു 10 to 20 മിനിറ്റ്സ്, ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇത് റൺ ആയി തുടങ്ങണമെങ്കിൽ. അത് റണ്ണായതിന് ശേഷം നമുക്ക് വരാം. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ അമർത്തിയിട്ട് പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ VPS കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ VPS കാണിക്കും. ആ VPS വീണ്ടും ഓപ്പൺ ചെയ്യുക. ഇത് ക്ലോസ് ചെയ്യാൻ പാടില്ല, അല്ലാതെ തന്നെ അത് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് നമ്മൾ അടുത്ത കമാൻഡ്, ഈ കമാൻഡ് റൺ ചെയ്യുക. അപ്പോൾ ഇത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രൂവർ നമ്പർ കാണിക്കും. ഇതുവരെ വന്നിട്ടില്ല, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഒന്നുകൂടെ എന്താണ് അത് കോപ്പി പേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ വന്നു, ഇത് കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം എനിക്കിതാ ബ്ലോക്ക് നമ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്നിട്ടാന്ന് വെച്ചാൽ ഇതാർക്കും ഷെയർ ചെയ്യാണ്ടിരിക്കുക. ഇവിടെ അടുത്ത കോഡ് നമ്മൾ കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് ഇതിൽ കിട്ടിയ ബ്ലോക്ക് നമ്പർ, ആ ബ്ലോക്ക് നമ്പർ നമ്മൾ ഈ ബ്ലോക്ക് നമ്പറിന്റെ സെക്ഷനിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യണം. ഇവിടെയും ഇവിടെ രണ്ടിടത്ത് ബ്ലോക്ക് നമ്പർ കാണാം, അത് പേസ്റ്റ് ചെയ്യണം. അതിപ്പോൾ ഈ ഇൻഫർമേഷൻ സെൻസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതിൽ ഈ ബ്ലോക്ക് നമ്പറിന്റെ അവിടെ കൊണ്ടുപോയിട്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് ഇത് ഫുള്ള് കോപ്പി ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ഇതിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് ശേഷം വരാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ ഇങ്ങനെ ഒരു വലിയൊരു എന്താണ് കുറേ പല പല ലെറ്റേഴ്സ് ആയിട്ടുള്ളത് കിട്ടും. അത് നമ്മൾ ഫുള്ളും കോപ്പി ചെയ്യണം, എന്നിട്ട് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കണം. കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+Shift+C ആണ് അമർത്തേണ്ടത്. എന്നിട്ട് എവിടെയെങ്കിലും ടെലഗ്രാമിലോ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഡിസ്കോഡ് ഉണ്ട്, ആ ഡിസ്കോഡിൽ നമ്മൾ എന്താണ് പോയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ട് കൊടുത്താൽ നമുക്ക് അപ്രൻറ്റീസ് റോള് കിട്ടും. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ ഇതിൽ അതിൻ്റെ ഡിസ്കോഡിൻ്റെ സെർവറിൻ്റെ ലിങ്ക് ഉണ്ട്, അത് വെച്ച് അതായത് ജോയിൻ ആവുക, അല്ലെങ്കിൽ ചാനലാണ്. അപ്പോൾ അത് ചെയ്യാം നമുക്ക്. ഇപ്പോൾ അവരുടെ ഡിസ്കോഡ് ഇങ്ങനെ ഓപ്പൺ ആയി വരും. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ഇതിൽ പോയിട്ട് വെരിഫൈ ചെയ്യണം. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്ന ഓപ്പറേറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ ഈ ഒരു കമാൻഡ് കാണിച്ചു തരാം. ഈ ഒരു കമാൻഡ്, ഈ അടിയിലുള്ള ഓപ്പറേറ്റർ സ്റ്റാർട്ട് എന്നുള്ള കമാൻഡ് കോപ്പി ചെയ്യുക, അതിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സെക്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വോളറ്റിൻ്റെ അഡ്രസ്സ് എത്രയാണ്, ആ അഡ്രസ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ അഡ്രസ്സ് കോപ്പി ചെയ്യുക, അതിനുള്ളിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. അടുത്ത ശേഷം ബ്ലോക്ക് നമ്പറും പ്രൂഫും, അത് നമുക്ക് കിട്ടിയതാണ് ബ്ലോക്ക് നമ്പർ. പിന്നീടുള്ള നമ്മൾ ആ ബ്ലോക്ക് നമ്പർ വെച്ചിട്ടുള്ള കമാൻഡ് അടിച്ചു കൊടുത്തതിന് ശേഷം കിട്ടിയ വലിയ സാധനമാണ് പ്രൂഫ്. അപ്പോൾ അത് രണ്ടടിച്ചിട്ട് വരാം. അപ്പോൾ അതടിച്ചതിന് ശേഷം എൻ്റെ വെരിഫൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് റോള് കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കായിരിക്കും, നോക്കാം നമുക്ക്. ഇതിന് ചെക്ക് ചെയ്ത് നമുക്ക് കാണാം അപ്രൻറ്റീസ് എന്നുള്ള റോള് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ എന്താണ് സീക്വൻസറിനോട് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യാം. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തതിന് നമുക്ക് 1 TB എന്താണ് SSD ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ചെറിയൊരു ഇതിൽ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതുവരെയുള്ള സ്റ്റെപ്സ് വേണമെങ്കിൽ, ഇതുവരെ സ്റ്റെപ്സ് അല്ല ഇനിയുള്ള സ്റ്റെപ്സ് വേണമെങ്കിൽ നമുക്ക് കമാൻഡിൽ CMD ജസ്റ്റ് സെർച്ച് ചെയ്യുക, ഇത് ഓപ്പൺ ചെയ്യുക. അതിൽ ഇതേപോലെ തന്നെ സെയിം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ നമുക്ക് ലിനക്സിൻ്റെ ഒരു ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അത് ജസ്റ്റ് ChatGPT എന്താണ് എങ്ങനെയാണ് ഈ WSL എന്ന് പറഞ്ഞ സംഭവം ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്ത് നമുക്ക് അതിനുള്ള കമാൻഡ്സ് കിട്ടും. അത് കിട്ടിയതിന് ശേഷം അത് ഞാൻ എൻ്റെ പഴയ VPS വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, അന്ന് കണ്ടുനോക്കാം. അതിന് ശേഷം നമുക്കുള്ള സംഭവമാണ് ഈ വാലിഡേറ്റർ ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് സീക്വൻസറിനോട് റൺ ചെയ്യണമെങ്കിൽ
ഉള്ള സ്റ്റെപ്പാണ് ഇനി അടുത്തത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സെംബോളിയറെ ഈ RPC പ്രൈവറ്റ് കീ വാലിഡേറ്റർ അഡ്രസ്സ് അത് വെച്ചിട്ട് എന്താണ് ഇവിടെയൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് സെംബോളിയറെ RPC URL ഇവിടെ കൊടുക്കുക, പ്രൈവറ്റ് കീ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, വാലിഡേറ്റർ അഡ്രസ്സ് ഇവിടെ 2 സെക്ഷനിൽ വാലിഡേറ്റർ അഡ്രസ്സ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. വാലിഡേറ്റർ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അഡ്രസ്സാണ്. അപ്പോൾ അത് 3ഉം കോപ്പി ചെയ്തിട്ട് നമുക്ക് ഈ VPSൽ കൊണ്ടിട്ട് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് കിടക്കാം, ജസ്റ്റ് ഇത് കോപ്പി ചെയ്യുക. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ ആ ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു, ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ വന്നു. അപ്പോൾ നമ്മുടെ എല്ലാം സക്സസ് ആയി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവർ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നീടുള്ള വീഡിയോയ്ക്കായി കാത്തിരിക്കുക. പിന്നെയും കുറച്ച് വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ഇതിൽ കുറേ ആളുകൾ വന്നുകൊണ്ടാണ് ഇത്രയും നീണ്ടുപോയ 2 ദിവസം മുന്നേ ഇടേണ്ട വീഡിയോ ആണ്. കുറച്ചുവട്ടമൊക്കെ ട്രൈ ചെയ്താണ് ഈ വീഡിയോ സക്സസ് ആയത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം.